സാധാരണ കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും തീർക്കപ്പെടുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ മേലെയാണ്. ഈ വീഡിയോ കാണുന്ന എത്ര പേര് അകാരണമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കാറുണ്ട്? അത് ശാരീരിക ഉപദ്രവങ്ങൾ മാത്രമല്ല, നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കും. വളരെ വലിയ രീതിയിൽ നമുക്ക് അവരെ ആക്രമിക്കാൻ സാധിക്കും. മെൻ്റൽ ഹെൽത്ത് എപ്പോഴും അഫക്റ്റഡ് ആകുന്നത് ഒരു ഫിസിക്കലി നമ്മൾ ഉപദ്രവിക്കുന്നത് വഴിയല്ല. അതായത് നമ്മൾ വടിയെടുത്ത് തല്ലുന്നതും മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിനെ വളരെയധികം ആഘാതത്തിൽ വേദനിപ്പിക്കുകയും അത് അവർക്കൊരു ട്രോമ നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മാനസികാഘാതങ്ങൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഈ ട്രോമ വളരെ വലിയ രീതിയിൽ ബാധിക്കും. കുട്ടികൾക്ക് പാരൻസിൽ നിന്ന് ലഭിക്കുന്ന മാനസികാഘാതങ്ങൾ, മെൻ്റൽ ട്രോമ അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഫ്യൂച്ചറിൽ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അവർക്കത് ഒരുപാട് തരത്തിൽ ദോഷകരമായി തന്നെ ഭവിച്ചേക്കാം. അവരുടെ വ്യക്തിത്വ വികാസത്തെ തന്നെ അത് ബാധിച്ചേക്കാം. അപ്പോൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിൽ മെൻ്റൽ ട്രോമ നൽകുമ്പോൾ ഒരു പക്ഷേ നാളെ അവരുടെ ലൈഫിൽ അവരുടെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും അവർക്ക് ഈ ലഭിച്ചിട്ടുള്ള മെൻ്റൽ ട്രോമ തന്നെ പാസ് ചെയ്ത് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ഒരു കുഞ്ഞിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിന്നെ എനിക്കിഷ്ടമല്ല, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ നീ വീട്ടിൽ കണ്ടുപോകരുത്, നീ എന്തിനാണ് എൻ്റെ വയറ്റിൽ ജനിച്ചത്, നീ ചത്താലും എനിക്കൊന്നില്ല, നീ മരിച്ചു പോകണം, നിനക്ക് പോയി ചത്തൂടെ. അങ്ങനെയുള്ള കുറേ ഒരു രീതിയിലും ജന്മം കൊടുത്ത മാതാപിതാക്കൾ പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കെതിരെ സംസാരിക്കാറുണ്ട്. അത് ആ കുട്ടികൾ കേൾക്കുന്നൊരു കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സിൽ വളരെ വലിയ രീതിയിലുള്ള വിള്ളലുകളും വളരെ വലിയ രീതിയിലുള്ള മാനസികാഘാതവുമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സ്ട്രഗിൾസ് നേരിട്ടാലും സ്വന്തം മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലൊന്നും ഒരു രീതിയിലും മാനസികമായിട്ട് ഉപദ്രവിക്കരുത്. ശാരീരികമായിട്ട് ഉപദ്രവത്തിനേക്കാളും എത്രയോ വലിയ മുറിവുകളാണ് ഈ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏൽക്കുക എന്നുള്ളത്.